ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതിഷ തീർത്ഥം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങളാണ് ഈ ചാനലിലൂടെ പറയുന്നത്. ഇന്ന് വിഷുഫലമാണ് ഈ ചാനലിൽ പറയുവാൻ ഉദ്ദേശിക്കുന്നത്. 2026 ഏപ്രിൽ മാസം 14-ാം തീയതി ഉദിച്ച് 8 വിനാഴിക ചെല്ലുമ്പോൾ സൂര്യൻ മീനം രാശിയിൽ നിന്നും മേടൻ രാശിയിലേക്ക് സംക്രമിക്കുന്നു. സൂര്യൻ തന്റെ ഉച്ചരാശിയായ മേടത്തിലേക്ക് സംക്രമിക്കുന്നതിനെയാണ് വിഷു സംക്രമം എന്ന് പറയുന്നത്. ഒരു വിഷു മുതൽ അടുത്ത വിഷു വരെയുള്ള ഒരു വർഷത്തെ ഫലങ്ങളെയാണ് വിഷുഫലം എന്ന് വിശേഷിപ്പിക്കുന്നത്. വിഷു സംക്രമത്തിന്റെ അടിസ്ഥാനത്തിൽ ഓരോ നക്ഷത്രക്കാർക്കും ഗുണാനുഭവങ്ങളോ ദോഷഫലങ്ങളോ അനുഭവപ്പെടാം. പഞ്ചാംഗ ഗണിതത്തിൽ വിഷു സംക്രമത്തെ അടിസ്ഥാനമാക്കി 27 നക്ഷത്രങ്ങളെ 2 വിഭാഗമായി തിരിക്കുന്നു. 9 നക്ഷത്രങ്ങളെ ശൂലം വിഭാഗത്തിലും 18 നക്ഷത്രങ്ങളെ ഷഡ്കം എന്ന വിഭാഗത്തിലും ഉൾപ്പെടുത്തിയിരിക്കുന്നു. ശൂലം വിഭാഗത്തിൽപ്പെടുന്ന 9 നക്ഷത്രക്കാർക്ക് ദോഷഫലങ്ങളും ഷഡ്കം വിഭാഗത്തിൽപ്പെടുന്ന 18 നക്ഷത്രങ്ങൾക്ക് ഗുണഫലങ്ങളുമാണ് പൊതുവെ അനുഭവപ്പെടുക. ഓരോ വർഷത്തിന്റെയും സംക്രമ മുഹൂർത്തത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ 2 വിഭാഗങ്ങളിൽ പെടുന്ന നക്ഷത്രങ്ങളിൽ മാറ്റങ്ങൾ സംഭവിക്കും. ഈ വീഡിയോയിലൂടെ ഇപ്പോൾ പറയുന്നത് കുംഭൻ രാശിയിൽ ഉൾപ്പെട്ട നക്ഷത്രക്കാരുടെ വിഷുഫലമാണ്. അവിട്ടം, പകുതി, ചതയം, പൂരുട്ടാതി, മുക്കാല് എന്നീ നക്ഷത്രങ്ങളാണ് കുംഭക്കൂറിൽ ഉൾപ്പെടുന്നത്. ഈ 3 നക്ഷത്രങ്ങളും ആദിശൂലം എന്ന വിഭാഗത്തിൽപ്പെടുന്ന നക്ഷത്രങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ വിഷുഫലവും അത്ര ശുഭമല്ല. വിഷുഫലത്തിന് പുറമെ ഒരു നക്ഷത്രത്തിന് ചാരഫലവും വർഷഫലവും ഒക്കെ അനുഭവപ്പെടും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വിഷുഫലമാണെങ്കിലും ചാരഫലത്തിനും അതിൻ്റെതായ സ്ഥാനമുണ്ട്. അതുകൊണ്ട് ഒരു നക്ഷത്രത്തിന്റെ ശുഭാശുഭങ്ങൾ പരിശോധിക്കുമ്പോൾ ചാരഫലവും പരിശോധിക്കേണ്ടതാണ്. വിഷുഫലം അനുസരിച്ച് ഈ രാശിയിൽ ഉൾപ്പെടുന്ന അവിട്ടം, പകുതി, ചതയം, പൂരുട്ടാതി, മുക്കാല് എന്നീ നക്ഷത്രക്കാർക്ക് ധനനാശവും രോഗങ്ങളും ആപത്തുകളും വ്യയവും അനുഭവപ്പെടുന്നതാണ്. ധനപരമായ കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ പ്രത്യേകം ശ്രദ്ധ കൊടുക്കേണ്ടതാണ്. ഈ കാര്യങ്ങളൊക്കെ മുൻകൂട്ടി അറിഞ്ഞ് ജീവിതത്തെ ചിട്ടപ്പെടുത്തിയാൽ ദോഷഫലങ്ങളിൽ നിന്ന് നമുക്ക് ഒരു പരിധി വരെ മുക്തി നേടാൻ കഴിയും. അതിനൊക്കെ വേണ്ടിയാണ് ജ്യോതിഷത്തെ നാം ഉപയോഗിക്കേണ്ടത്. ദോഷഫലങ്ങളും ഗുണഫലങ്ങളും മുൻകൂട്ടി അറിഞ്ഞ് അത് ജീവിതത്തെ ദോഷകരമായി ബാധിക്കാതിരിക്കുന്ന തരത്തിൽ ക്രമീകരണങ്ങളും മുൻകരുതലുകളും എടുക്കുക എന്നുള്ളതാണ് നാം ചെയ്യേണ്ടത്. ധനപരമായ നാശം സംഭവിക്കാൻ സാധ്യത ഉള്ളതിനാൽ സാമ്പത്തികമായ കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ കൊടുക്കുന്നത് ഉത്തമമാണ്. പ്രത്യേകിച്ചും വലിയ സാമ്പത്തിക മുതൽ മുടക്കുള്ള വലിയ പദ്ധതികളൊന്നും ഈ ഒരു വർഷക്കാലം ആവിഷ്കരിക്കാൻ തുനിയാതിരിക്കുകയാണ് ഉത്തമം. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികളിലൊക്കെ സാമ്പത്തികം കൂടുതലായി ചെലവാക്കാൻ ശ്രമിക്കരുത്. പ്രവർത്തന രംഗത്ത് മാന്ദ്യം അനുഭവപ്പെട്ടാലും അത് പരിഹരിക്കുന്നതിന് ഒരു വർഷക്കാലം കാത്തിരിക്കുന്നത് ഉത്തമമാണ്. രോഗ ദുരിതങ്ങളൊക്കെ വരുവാൻ സാധ്യത ഉള്ളതുകൊണ്ട് ജീവിതത്തിൽ പ്രത്യേകിച്ച് ഭക്ഷണ കാര്യത്തിലൊക്കെ ക്രമീകരണം നടത്തുകയും ചെറിയ രോഗലക്ഷണങ്ങൾ കണ്ടാൽ വൈദ്യസഹായം തേടുകയും ചെയ്യേണ്ടതാണ്. ദുർവ്യയം വന്ന് സാമ്പത്തിക ബാധ്യത കൂടുതൽ ഉണ്ടാകാതിരിക്കാൻ സാമ്പത്തികമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ഒരു നിയന്ത്രണം പാലിക്കേണ്ടതാണ്. അമിതമായ സുഖഭോഗ വസ്തുക്കൾ വാങ്ങിക്കൂട്ടുവാൻ വ്യഗ്രത കാണിക്കരുത്. അത്യാവശ്യം വേണ്ട കാര്യങ്ങൾക്ക് മാത്രം പണം ചിലവാക്കുന്ന രീതി അവലംബിക്കണം. വിഷുഫലം അനുകൂലമല്ലെങ്കിലും ചാരഫലം ഈ കൂറുകാരെ സംബന്ധിച്ച് വളരെ അനുകൂലമാണ്. കുംഭൻ രാശിക്കാരെ സംബന്ധിച്ച് വ്യാഴം ജൂൺ മാസം 2-ാം തീയതി വരെ 5-ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അർത്ഥലാഭം, പുത്ര സുഖം, നവീന ഗൃഹലാഭം ഇതൊക്കെ 5-ാം ഭാവത്തിലെ വ്യാഴം നൽകുന്ന ശുഭഫലങ്ങളാണ്. വിഷുഫലത്തിൽ സാമ്പത്തിക നഷ്ടം പ്രവചിക്കുന്നുണ്ടെങ്കിലും വ്യാഴത്തിന്റെ ഇഷ്ടഭാവസ്ഥിതി മൂലം സാമ്പത്തിക നേട്ടം അനുഭവപ്പെടും എന്നുള്ളതിനാൽ സാമ്പത്തിക രംഗത്ത് അമിതമായ നഷ്ടം ഉണ്ടാകാതെ ഈ കൂറുകാർക്ക് മുന്നോട്ട് പോകുവാൻ
കഴിയും. അതുപോലെ സന്താന സൗഖ്യവും ഇവർക്ക് അനുഭവപ്പെടും. പുതിയ വീട് പണിയുവാൻ ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ പുതിയ വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ വിഷുക്കാലത്തിൽ അതിനുള്ള അവസരം ഉണ്ടാകും. എല്ലാ കാര്യങ്ങളിലും വിജയമാണ് 5-ാം ഭാവത്തിലെ വ്യാഴം നൽകുന്നത്. മനക്ലേശം വിട്ടുമാറി മനസമാധാനം ഈ ഒരു വർഷക്കാലം ഇവർക്ക് അനുഭവപ്പെടും. ജൂൺ 2 മുതൽ ഒക്ടോബർ 31 വരെ കർക്കിടക രാശിയിലേക്ക് മാറുന്ന വ്യാഴം ഉച്ചസ്ഥനാകയാൽ ഈ കൂറുകാർക്ക് കാര്യമായ ദോഷങ്ങളൊന്നും തന്നെ ചെയ്യുകയില്ല. ഗുണഫലങ്ങൾ കുറഞ്ഞാലും ദോഷഫലങ്ങളുടെ ആധിക്യം അനുഭവപ്പെടുകയില്ല. ഒക്ടോബർ 31 മുതൽ ജനുവരി മാസം 25 വരെ വ്യാഴം ഇവർക്ക് 7-ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. 7-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന വ്യാഴത്തെ കൊണ്ട് ബുദ്ധിപരമായ വലിയ ഉണർവ് ഇവർക്ക് ലഭിക്കും. അതുപോലെ വാക് നൈപുണ്യവും ഇവർക്ക് അനുഭവപ്പെടും. ഇതിൻ്റെയൊക്കെ ഫലമായി ഇവർ അനുഭവിച്ചു വരുന്ന പ്രയാസങ്ങളൊക്കെ പരിഹരിക്കുവാൻ കഴിയും. അതുപോലെ സ്ഥാനാന്തര പ്രാപ്തിയും 7-ാം ഭാവത്തിലേക്ക് മാറുന്ന വ്യാഴം ഇവർക്ക് നൽകും. കർമ്മരംഗത്ത് വലിയ പുരോഗതി അനുഭവപ്പെടും. ജോലി ഇല്ലാതെ ബുദ്ധിമുട്ടുന്ന യുവാക്കൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ജോലി ലഭിക്കുവാൻ ഈ വിഷു വർഷത്തിൽ അവസരം ഉണ്ടാകും. വ്യാഴത്തിന്റെ സ്ഥിതി പൊതുവെ ഈ രാശിയിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് സാമ്പത്തിക നേട്ടമാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു വിഷു വർഷക്കാലം ഇവർക്ക് കടുത്ത പ്രയാസങ്ങൾ അനുഭവിക്കാതെ മുന്നോട്ട് പോകുന്നതിന് കഴിയും. ഈശ്വര പ്രാർത്ഥനയും വഴിപാടുകളും ചെയ്ത് മുന്നോട്ട് നീങ്ങിയാൽ വ്യാഴത്തിന്റെ ഗുണഫലങ്ങൾ പൂർണ്ണമായി അനുഭവിക്കാൻ ഇടയാവുകയും ദോഷഫലങ്ങളുടെ ആധിക്യം ഇല്ലാതാവുകയും ചെയ്യും. കുംഭം രാശിയിൽപ്പെട്ട എല്ലാവർക്കും ഈ വിഷു വർഷക്കാലം എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവിക്കാൻ ഇടയാകട്ടെ എന്ന് മഹാദേവനോട് പ്രാർത്ഥിക്കുന്നു. ശംഭോ മഹാദേവ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓൺലൈൻ കൺസൾട്ടേഷനായി എൻ്റെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടുക. നന്ദി, നമസ്കാരം.